രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KGM-CT-യുടെ നേതൃത്വത്തിൽ OP ബഹിഷ്കരണം തുടരുന്നത്. അടിയന്തരമല്ലാത്ത എല്ലാ ശസ്ത്രക്രിയകളും മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ബഹിഷ്കരണത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നേരത്തെ തന്നെ തീയതി നിശ്ചയിക്കപ്പെട്ട് ആശുപത്രികളിൽ എത്തുന്നവർക്ക് അത് ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുവെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രധാനമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, കുടിശ്ശിക കൊടുത്ത് അവസാനിപ്പിക്കുക, അതോടൊപ്പം സേവന വേതന വ്യവസ്ഥയിലെ മറ്റ് അപാകതകൾ പരിഹരിക്കുക. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KGM-CT-യുടെ നേതൃത്വത്തിൽ ഈ OP ബഹിഷ്കരണം തുടരുന്നത്. ഒരു വശത്ത് ആരോഗ്യമേഖലയെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ചില വിവാദങ്ങൾ വലിയ തരത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മറുവശത്ത് KGM-CT-യുടെ നേതൃത്വത്തിൽ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുക, അതിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് OP ബഹിഷ്കരണം പുരോഗമിക്കുന്നത്. ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ഇരു വകുപ്പുകളിലെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുമായും അതോടൊപ്പം തന്നെ ഫിനാൻസ് സെക്രട്ടറിയുമായും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പ് ചർച്ചകളിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രാഥമികമായ ചർച്ചകൾ നേരത്തെ നടന്നിരുന്നതാണ്. പക്ഷേ KGM-CT-യെ ഭാരവാഹികൾ മുമ്പോട്ട് വെക്കുന്ന ആവശ്യം തങ്ങൾക്ക് ഒരു സമവായത്തിന്റെ പാതയിലൂടെ പ്രശ്നം അവസാനിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ അവകാശങ്ങൾ അത് കൃത്യമായി തന്നെ എത്രയും പെട്ടെന്ന് നേടിയെടുക്കേണ്ടതുണ്ട്. കാരണം ഇനിയും ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത്രമാത്രം വലിയ തരത്തിലുള്ള സമ്മർദ്ദത്തിലൂടെയാണ് ജോലി ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നത്. അത് പല ആശുപത്രികളിലും മതിയായ ഡോക്ടർമാരില്ല. അതുകൊണ്ട് തന്നെ 10 രോഗികളെ നോക്കേണ്ട സ്ഥാനത്ത് 50-100 പേരെ നോക്കേണ്ട സ്ഥിതിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ അപാകതകൾ പരിഹരിക്കാതെ ഇനി മുമ്പോട്ട് പോകാനാവില്ല എന്ന നിലപാടിലാണ് KGM-CT-യെ. ആ ഉറച്ച നിലപാട് അവർ സർക്കാരിനെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വകുപ്പ് തലത്തിൽ ഈ സെക്രട്ടറിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചർച്ചയ്ക്ക് ശേഷം KGM-CT-യെ പ്രതിനിധികളുമായി ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ ഒരുപക്ഷെ വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറായേക്കും.